മഴ പോലെ. രചന അൻഷി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആ മുട്ടിയെ അവർ കാണാൻ വരുന്നുണ്ട്. അച്ഛയുടെ മോള് പോയിട്ട് ഒരുങ്ങിവാ. കഴിഞ്ഞ ഓണത്തിനെടുത്ത പച്ച ധാവണിയില്ലേ, അതെടുത്തിടൂ. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അകത്തേക്ക് നടന്നു. അലമാരയിൽ നിന്നും പച്ചക്കളറുള്ള ധാവണി എടുത്തു. ഡ്രസ്സ് മാറി പൊട്ടും കൺമഷിയും ഇട്ടു. ശേഷം പുഞ്ചിരിയോടെ കണ്ണാടിയിലേക്ക് നോക്കി. ആ വരൂ വരൂ, അതും പറഞ്ഞ് വന്നവരെ അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. ഇതാണ് ചെറുക്കൻ്റെ അച്ഛൻ ശങ്കർ, അതമ്മ വിലാസിനി. പയ്യൻ പുറത്ത് ഫോൺ വിളിക്കുവാ. ബ്രോക്കർ നാരായണൻ പരിചയപ്പെടുത്തി. രാഘവൻ സ്കൂൾ മാഷാണല്ലേ? ശങ്കർ ചോദിച്ചു. അതെ, ഇവിടെ ഗവൺമെന്റ് LP സ്കൂളിലാ. അയാൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഭാര്യ? വിലാസിനി ചോദിച്ചും അയാളുടെ മുഖം വാടി. മരിച്ചു. അമ്മ മോൾക്ക് 3 വയസ്സുള്ളപ്പോഴാ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. അയാളുടെ വിഷമം കണ്ട് നാരായണൻ വിഷയം മാറ്റി. രാഘവേട്ടാ, മോള് വിളിക്കേ. ആ നിങ്ങളിരിക്കേ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ അയാൾ അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്നുള്ളതായതുകൊണ്ട് ആരെയും വിളിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ തന്നെ ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചു. അമ്മൂട്ടിയെ റൂമിലേക്ക് തലയിട്ട് അയാൾ പതുക്കെ വിളിച്ചു. വാ കുട്ടിയെ, അവർക്ക് ചായ കൊടുക്കണ്ടേ? അവൾ ചിരിയോടെ അയാൾക്ക് പിറകെ നടന്നു. അയാൾ അവളുടെ കൈകളിലേക്ക് ട്രേ നൽകി. മുന്നേ പലഹാരം കൊണ്ട് അയാൾ നടന്നു. അയാളുടെ പുറകിലായി ചായയും കൊണ്ട് അവളും. അവർക്ക് മുമ്പിൽ പലഹാരപാത്രം വെച്ച് അയാൾ ഒതുങ്ങിയിരുന്നു. അമ്മു എല്ലാവരുടെ മുമ്പിലേക്കും ട്രേ നീട്ടി ചായ നൽകി. അവരുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ മകൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ലെന്ന് അവർ മനസ്സിൽ കരുതി. മോളിങ്ങോട്ട് അടുത്തേക്ക് വരൂ, അവർ വിളിച്ചതും അവളൊരു നറുപുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് നിന്നു. മോളുടെ പേരെന്താ? അവർ ചോദിച്ചതും അവൾ തലയും താഴ്ത്തി നിന്നു. മോള് നാണിക്കേണ്ട, പറഞ്ഞോളൂ. മോളുടെ അമ്മയായി തന്നെ കണ്ടനോട് സംസാരിക്കാം. അവള് സംസാരിക്കില്ല, ഊമയാ. അവർ പറഞ്ഞിരുന്നു. രാഘവൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും വിലാസിനിയുടെ മുഖം മങ്ങി. അത് കണ്ട് ശങ്കർ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. മോളുടെ പേരെന്താ? മിഴീന്നാ. ഇവളിപ്പോ ടീച്ചറാ, ഞാൻ പഠിപ്പിക്കുന്ന അതേ സ്കൂളില്. എന്ത്? അത് കേട്ട അത്ഭുതത്തിൽ വിലാസിനി ചോദിച്ചു. ചിത്രരചന സ്കൂളിലെ കുട്ടികൾക്ക് വരവടിപ്പിക്കുന്ന ഇവളാ, അഭിമാനത്തോടെ രാഘവൻ പറഞ്ഞു. അവൾ അവിടുന്ന് മെല്ലെ ഉള്ളിലേക്ക് വലിഞ്ഞു. സംസാരിക്കാൻ കഴിയാത്തതിൽ ഇതുവരെ വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിഷമമല്ല, വേറെ എന്തോന്ന് നെഞ്ചിൽ തടഞ്ഞിരിക്കുന്ന പോലെ. അടുക്കളപ്പുറത്ത് പോയി തിണ്ണയിലിരുന്നു. മിഴി. പരിചിതമായ ശബ്ദം. അവൾ തല ഉയർത്തി നോക്കി. അടുത്ത വീടിന്റെ മുമ്പിൽ നിന്ന് തന്നെ കൈകാട്ടുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ കൈകൾ ഉയർത്തി എന്താന്ന് ചോദിച്ചു. അവര് വന്നോ? അതിനവൾ നന്നായി തലയനക്കി. അവൻ വേലിക്കടുത്തേക്ക് നടന്നെടുക്കുന്ന കണ്ട് അവളും വേലിക്കടുത്തേക്ക് ഇറങ്ങി. മിഴിപ്പെണ്ണ് സുന്ദരിയായല്ലോ. ശ്രീയുടെ സംസാരം കേൾക്കെ അവൾ അടിക്കാനായി കൈ ഉയർത്തി. ഇന്നലെ എവിടെയായിരുന്നു? കൈകൾ കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ ചോദിച്ചു? എടി, ഞാൻ വല്ലപ്പോഴല്ലേ വൈകി വരും. അത് കേട്ടതും അവൾ അവനെ കണ്ണൂർപ്പിച്ച് നോക്കി. നീ നോക്കി പേടിപ്പിക്കണ്ട, സാന്ദ്രയുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, എനിക്ക് പോകാതെ പറ്റുമോ? അവസാനം കല്യാണം കഴിഞ്ഞതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് അവൾ എന്നെ തൂക്കും. അവൻ്റെ സംസാരം ഒരു ചിരിയോടെ അവൾ കേട്ടു നിന്നു. അമ്മോ. രാഘവന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ ശ്രീമോനോ? വാടാ. അമ്മൂട്ടിയെ പയ്യനെ കാണണ്ടേ, വാ. അയാൾ വിളിച്ചതും ശ്രീ അവളുടെ കൈയും പിടിച്ച് അടുക്കള വഴി അകത്തേക്ക് കയറി. ഒന്നും അടിച്ചെങ്കിലും അവൾ അച്ഛൻ്റെ കൂടെ മുന്നിലേക്ക് നടന്നു. തലയും താഴ്ത്തി പിടിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു. ഒരു കുസൃതി ചിരിയോടെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. മോളെ, അതാണ് പയ്യൻ, സിദ്ധാർത്ഥ്, ഡോക്ടറാ. അച്ഛൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കി. അവനെ കണ്ട് അവളുടെ കണ്ണ് അത്ഭുതം കൂറി. അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി. അവൾ പെട്ടെന്ന് തന്നെ തല താഴ്ത്തി. മോൻ എന്തെങ്കിലും അവളോട് സംസാരിക്കണമെങ്കിൽ ആവാം. എടോ, തന്നു പുറത്തേക്ക് വന്നേ. അവൻ്റെ അച്ചാവിളിയിൽ അയാളിൽ സന്തോഷം നിറഞ്ഞു. അയാൾ മിഴിയെ നോക്കി സമ്മതം അറിയിച്ചതും അവൾ ശ്രീയെ നോക്കി. ഒരാക്കിയ ചിരിയോടെ അവൻ തലയാട്ടുന്നുണ്ട്. അവൾ അവനെ ദേഷ്യപ്പെട്ട് നോക്കി പുറത്തേക്ക് നടന്നു. ഇയാളിതെങ്ങോട്ടാ? മനസ്സിൽ കരുതി അവൾ അവന് പിന്നിലായി നടന്നു. ഒത്തിരി മുന്നോട്ട് പോയതും പറമ്പിലെ അമ്പലത്തിൽ കുളത്തിനടുത്ത് എത്തിയിരുന്നു. അവനിറങ്ങി കുളത്തിൻ്റെ പടവിലിരുന്നു. അവൾ ഒരു വശത്തിരുന്നു. മിഴി, തനിക്കെന്നെ ഇഷ്ടമായോ? അതോ അന്നത്തെ പോലെ 2 തരാൻ തോന്നുന്നുണ്ടോ? കുസൃതിയോട് അവളിലേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നവൻ ചോദിച്ചു. അവൾ പിന്നിലേക്ക് നീങ്ങാനാഞ്ഞതും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ. അവളൊന്ന് ഞെട്ടി. അവൻ്റെ കൈവിടാനായി ആവതും ശ്രമിച്ചു.
അവസാനം അവനെ നോക്കി. അവൻ അപ്പോഴും അതേ ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. നിന്നെ കൊണ്ടുപോയിക്കോട്ടെ. മംഗലത്ത് വീട്ടിലെ സിദ്ധാർത്ഥിൻ്റെ പെണ്ണായിട്ട്. അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളൊന്ന് പിടഞ്ഞുപോയി. നിന്നെ അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ തന്നെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ നിന്റെ സ്കൂളിൽ നിന്നെ കാണാൻ വന്നു. ഒപ്പം അച്ഛനെയും. നീ ഊമയാണ്, ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞു നിന്റെ അച്ഛൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി. തീരുമാനിച്ചു. നിനക്ക് ശബ്ദമായി നിന്റെ കൂടെ കൂടാൻ. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ ഞെട്ടിക്കൊണ്ട് അവളെ ചുറ്റിയ കൈകളെടുത്തു. മിഴി, സോറി, അത് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, താൻ കരയാതെ. ഇടർച്ചയോട് അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനിൽ വീണ്ടും പുൻസിരി നിറഞ്ഞു. അവളെ അകറ്റി നിർത്തിയവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കയ്യിലെ മോതിരമൂരി അവളുടെ കൈകളിലേക്ക് ഇട്ട് നൽകി. ഇനി നീ സിദ്ധാർത്ഥിൻ്റെ പെണ്ണ. ഇരുവരും എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. പോവാനായി ഇറങ്ങിയതും വിലാസിനിയുടെ പരിഭവങ്ങൾ മാറിയിരുന്നു. അവളുടെ അവസ്ഥയിൽ അവർക്ക് സഹതാപം തോന്നി. എനിക്ക് ഇവ ഒറ്റ മോനാ, ഇവന്റെ സന്തോഷം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ അമ്മയാ? മോളെ എനിക്ക് ഇഷ്ടമായി, എൻ്റെ മോൻ്റെ പെണ്ണായി മോള് മതി. സന്തോഷത്തോടെ പറഞ്ഞ് അവരെല്ലാം തിരിച്ചു പോകാനായി കയറി. സിദ്ധു ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ നോക്കി കണ്ണിറുക്കി ചിരിച്ച് വണ്ടിയിൽ കയറി. അവരുടെ കാറ് പോയതും അവൾ മെല്ലെ ഉള്ളിലേക്ക് വലിഞ്ഞു. അടുക്കളയിലെത്തിയതും കണ്ടിരുന്നു ഉണ്ണിയപ്പം കഴിക്കുന്ന സ്ത്രീയെ. ഓടിച്ചെന്ന് അതവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വായ്ക്കകത്താക്കി അവൾ. എന്താ മിഴി, നിനക്ക് വേറെടുത്തൂടെ? അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവളാകെ വല്ലാതായി. പെട്ടെന്ന് അവൻ്റെ പൊട്ടിച്ചിരിയേണ്ടതും അവൾ പിണക്കത്തോടെ തിരിഞ്ഞു. ഏയ്, മിഴിപ്പെണ്ണ് പിണങ്ങിയോ? അവൻ്റെ സംസാരം കേട്ട് അവൾ ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവൾക്ക് കണ്ണു ചിമ്മി കാട്ടി. എന്തു പറഞ്ഞു നിന്റെ ഡോക്ടർ? അവൻ കളിയോടെ ചോദിച്ചു. അവൾ ചിരിയോടെ കൈ അവന് നേരെ നീട്ടി. അവൻ അവളുടെ കൈകളിലേക്ക് നോക്കിയത് സിദ്ധാർത്ഥി എന്നെഴുതിയ സ്വർണ്ണ മോതിരം കണ്ടു. അവൻ്റെ കണ്ണ് വിടർന്നു. അപ്പൊ നിങ്ങളെല്ലാം ഉറപ്പിച്ചല്ലേ? അവളൊന്ന് ചിരിച്ചു. പിന്നെ അവൻ്റെ കയ്യിലെ ബാക്കി വന്ന ഉണ്ണിയപ്പവും തട്ടിപ്പറിച്ചോടി. അവനൊരു ചിരിയോടെ നോക്കി നിന്നു. ശേഷം വീട്ടിലേക്ക് നടന്നു. റൂമിലിരുന്ന് സിദ്ധാർത്ഥിനെ ആദ്യം കണ്ട നിമിഷം ആലോചിക്കുകയായിരുന്നു മിഴി. ഒരിക്കൽ കൂട്ടുകാരിയുടെ കൂടെ പോയതാണ് ഹോസ്പിറ്റലിൽ. അന്ന് രോഗികളെ നോക്കാതെ ഫോണിൽ കുത്തിക്കൊണ്ടു നിൽക്കുന്ന കണ്ടപ്പോൾ അറിയാതെ ഒന്ന് കൊടുത്തുപോയി. ആ നിമിഷമോർത്തും അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഒരു ചിരിയോടെ കട്ടിലേക്ക് കിടന്നു. പിറ്റേ ദിവസം പതിപോലെ സ്കൂളിലേക്ക് പോയി. അച്ഛൻ്റെ അമ്മുവായി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. വിവാഹം അടുത്ത മാസം 28-ന് ഉറപ്പിച്ചു. അച്ഛൻ തിരക്കുകളിൽ ഏർപ്പെട്ടു. ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥ് വിളിക്കുമെങ്കിലും കാണാൻ വരാറില്ലായിരുന്നു. അവൻ്റെ കൂടെ ഒരു പുതിയ ലോകം സ്വപ്നം കാണുകയായിരുന്നു അവൾ. കല്യാണത്തിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ ഒരു ദിവസം സിദ്ധാർത്ഥ് കാണാനായി വന്നിരുന്നു. പഴയ പോലെ കുളക്കടവിലിരിക്കവേ അവൻ്റെ തോളിലേക്ക് അവൾ ചാഞ്ഞു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ പെണ്ണായി മംഗലത്ത് വീട്ടിലായിരിക്കും നീ. അവൾ നിറമിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവൾക്ക് നേരെ കണ്ണിച്ചിമ്മി കാണിച്ചു. അവളും ഒരു പുൻസിരിയോട് അവനിലേക്ക് ചേർന്നിരുന്നു. അന്ന് ഒരുപാട് നേരം അവർ സംസാരിച്ചിരുന്നു. വൈകിയായിരുന്നു സിദ്ധു പോയത്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് തിരിയുമ്പോഴാണ് ശ്രീയെ മിഴി കാണുന്നത്. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് അവൻ തിരിയുന്നതിന് മുന്നേ ഓടിപ്പോയി അവൻ്റെ കൈകൾ പിടിച്ചു മിഴി. ഇതാരാ, മിഴിപ്പെണ്ണോ? അവൻ നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി. എവിടുന്ന് വരുവാ? അവൾ കൈകൾ കൊണ്ട് അവനോട് ചോദിച്ചു. ഞാനൊന്ന് കവല വരെ പോയി വണ്ണേ. എന്തായി നിന്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ? ഇനി എൻ്റെ സുഭദ്രാമക്ക് ഞാൻ വരുവോൾ ആരാ കൂട്ടിയിരിക്കുക? അവൻ കളിയോടെ ചോദിച്ചതും അവളുടെ മുഖം മാറി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞ വണ്ണേ. അപ്പോഴേക്കും വാടിയോ. ഈ ശ്രീരാഘവനെ കെട്ടിക്കൊണ്ടുവരില്ലേ? അവൻ്റെ കളിയോടെയുള്ള സംസാരത്തിൽ അവളും ചിരിച്ചുപോയി. പോയിക്കോ, ഞാൻ വീട്ടിൽ പോട്ടെ. അവളെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് അവനും നടന്നു തുടങ്ങി. ഒരാഴ്ച പെട്ടെന്ന് കഴിഞ്ഞു. കല്യാണ വേഷത്തിൽ സുന്ദരിയായി ഒരുങ്ങി നിന്ന് മിഴി. ശ്രീയുടെ അമ്മ സുഭദ്രയുടെ അനുഗ്രഹം വാങ്ങി. സന്തോഷത്തോടെ അമ്മ അവളെ അനുഗ്രഹിച്ചു. ശ്രീ പന്തലിൽ തിരക്കിൽപ്പെട്ടിരുന്നു. ആളുകളുടെ മുറുമുറുപ്പ് കേട്ട് മിഴി പുറത്തേക്ക് വന്നു. എല്ലാവരുടെയും കണ്ണുകൾ തനിക്ക് നേരെയാണ്. ഒരു വശത്ത് തളർന്നിരിക്കുന്ന അച്ഛൻ. അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. എല്ലാവരുടെയും സഹതാപം നിറഞ്ഞ നോട്ടം അവളെ തളർത്തിക്കളഞ്ഞു. അവൾ അച്ഛനടുത്തേക്ക് നടന്നു. അച്ഛൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൾ. വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തന്റെ മകളെ കാണി അവളെ ഇരുകൈകൾ കൊണ്ട് ഇറുകെ പുണർന്നു. അവൻ നമ്മളെ വിട്ടു പോയി മോളെ. അവളുടെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. നിറഞ്ഞ കണ്ണുകളോട് അവൾ അച്ഛനെ നോക്കി. അയാളുടെ ശിരസ് കുനിഞ്ഞുപോയി.
നാട്ടുകാരിൽ ഒരാൾ സ്ത്രീയോട് ചോദിക്കുന്ന അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ലോറി ഇടിച്ചതാ. അത് മാത്രമേ അവൾ കേട്ടുള്ളൂ. തളർന്ന അച്ഛൻ്റെ കൈകളിലേക്ക് വീണിരുന്നു ആ പെണ്ണ്. അവളുടെ അവസ്ഥ കണ്ട് എല്ലാവരുടെയും നെഞ്ചു വീങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും ബോഡി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് ശ്രീയും രാഘവനും പുറപ്പെടാനൊരുങ്ങി. മിഴി ഓടിച്ചെന്ന് ശ്രീയുടെ കൈകളിൽ പിടിച്ചു. തന്നെ കൂടി കൊണ്ടുപോകണമെന്ന അവളുടെ യാചനാഭാവം അവന് കണ്ണിൽ നിന്ന് അടിക്കാൻ കഴിഞ്ഞില്ല. അവളെ കൂട്ടി കാറിലേക്ക് കയറി മംഗലത്തേക്ക് പുറപ്പെട്ടു. കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ നിസ്സഹായത നിറഞ്ഞ കണ്ണുകൾ തന്നിൽ വന്ന് പതിക്കുന്ന അവൾ അറിഞ്ഞിരുന്നു. ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവൾ ഒരു നിമിഷം മിഴികൾ ഇറുകെ അടച്ചു. സിദ്ധാർത്ഥിന്റെ കൈപ്പിടിച്ച് കയറുന്ന രംഗം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് തന്നെയാണോ എന്ന് പോലും അവൾ സംശയിച്ചു. വെള്ളപുതച്ച് കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിനരികിൽ വന്നിരുന്നവൾ അവന്റെ നെറ്റിയിലായി മുത്തുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ കഴിയാത്തതിൽ അന്നാദ്യമായി തന്റെ കുറവിനെ അവൾ ശപിച്ചു. വിവാഹവേഷത്തിൽ വന്നിരിക്കുന്നവളെ കാണെ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കുഞ്ഞു പോയല്ലോ മോളെ, അവർ അലമുറയിട്ട് കരഞ്ഞു. രാഘവൻ മിഴിയെ പിടിച്ചുയർത്താൻ നിന്നതും അവൾ ഒന്നുകൂടി ആ ശരീരത്തിൽ മുറുകെ പിടിച്ചു. അയാൾ ബലമായി അവളെ പിടിച്ചു മാറ്റി പുറത്തേക്ക് നടന്നു. അവളെ കാറിലെത്തി ശ്രീയോടായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞേൽപ്പിച്ചു. തളർന്നിരിക്കുന്നവളെ കാണെ അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. സിദ്ധാർത്ഥ് മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. മിഴി ഒരുപാട് മാറി. ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിയവൾ. ശ്രീയല്ലാതെ പുറത്താരെ അവൾ കാണാൻ കൂട്ടാക്കിയില്ല. മകളുടെ ഈ അവസ്ഥ ആ അച്ഛനെ ഒത്തിരി വേദനിപ്പിച്ചു. പതിവില്ലാതെ അവൾ ശ്രീയുടെ വീട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. സുഭദ്രാമയെ കണ്ട് അവരോടൊപ്പം ഇരുന്നവൾ. അവളുടെ കണ്ണുകളിലെ നിർവികാരത അവരെ വല്ലാതെ നോവിച്ചു. അവൾ ഇറങ്ങാൻ നേരമായിരുന്നു ശ്രീ വന്ന്. അവന്റെ കൂടെ സാന്ദ്രയും ഉണ്ടായിരുന്നു. പതിവ് പോലെ മിഴി അവന്റെ കൈകളിൽ തൂങ്ങി. സാന്ദ്രയുടെ ഉയർന്ന ശബ്ദം മൂവരെ ഒരുപോലെ ഞെട്ടിച്ചു. എന്താ സാന്ദ്ര? ശ്രീ ഞെട്ടലോട് ചോദിച്ചു. കണ്ടില്ലേ അവൾ നിന്റെ കൈ തൂങ്ങി നിൽക്കുന്നത്? ഇവളിങ്ങനെ നിന്നിട്ട് നീ എന്താ ഒന്നും പറയാത്ത? അത് കേട്ടത് മിഴി കൈകൾ പിൻവലിച്ചു. സാന്ദ്ര, നീ എന്തൊക്കെയാ പറയുന്നത്? ഇവള് ചെറുപ്പം മുതൽ ഇങ്ങനെയാണ്. ഞങ്ങൾ ഇനി എന്നും ഇങ്ങനെ തന്നെ ആവും. എന്നാ നിനക്ക് ഇവളെ കിട്ടിക്കൂടെ? ഇങ്ങനെ ഒരാളെനിക്ക് പറ്റില്ല. എനിക്ക് ഭർത്താവാൻ പോകുന്നതിനെ ഞാൻ ഷെയർ ചെയ്യില്ല. സാന്ദ്ര, അവൻ ഒച്ചയെടുത്ത് വിളിച്ചു. നീ എന്താ പറഞ്ഞേ? നിന്റെ മനസ്സിൽ ഇത്ര വൃത്തിയുടെ ചിന്തയാണോ? എന്നാ നീ കേട്ടോ, അടുത്ത മുഹൂർത്തത്തിൽ ഈ ശ്രീരാം ഇവളെ കെട്ടിയിരിക്കും. എന്റെ ഭാര്യയായി ഈ വീട്ടിൽ ഇവളുണ്ടാവും. മിഴിയെ ചേർന്നെത്തി അവൻ പറഞ്ഞതും സാന്ദ്ര ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ശ്രീയെ തള്ളി മാറ്റി കരഞ്ഞുകൊണ്ട് മിഴി വീട്ടിലേക്ക് ഓടി. ശ്രീ അസ്വസ്ഥതയോടെ അകത്തേക്കിരുന്നു. തന്റെ ഡയറി കയ്യിലെടുത്ത് ശ്രീ അതിലേക്ക് ഉറ്റുനോക്കി. മിഴിപ്പെണ്ണ്, തന്റെ പ്രണയം. കണ്ണുനീരോടെ അവനത് നെഞ്ചിൽ ചേർത്തു. കുഞ്ഞുനാളിൽ തുടങ്ങിയ പ്രണയം. അവൾക്ക് തന്നോടൊരു ഇഷ്ടമില്ലെന്നറിഞ്ഞപ്പോൾ മനഃപൂർവ്വം മറക്കാൻ നോക്കി. അവളുടെ വിവാഹം എടുത്തപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ താനായിരുന്നു കൂടുതൽ സന്തോഷിച്ചു. പക്ഷെ എല്ലാം ഒരു നിമിഷമുണ്ട്. ഇനി അവളിങ്ങനെ ഒരുക്കി തീരാൻ വിടില്ല ഈ ശ്രീരാഗ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവളുടെ അച്ഛനെ കണ്ട് സംസാരിച്ചത് ഡേറ്റ് ഉറപ്പിച്ചതുമില്ല. വിവാഹവേഷത്തിൽ അമ്പലനടയിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ ഇതുപോലെ നിന്നിരുന്നു. ഓർക്കും തോറും മിഴിനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ശ്രീ താലി കെട്ടിയതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ഒരിക്കലും ശ്രീയേട്ടൻ അങ്ങനെ അവൾ കണ്ടിട്ടില്ല. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. സുഭദ്രയുടെ കയ്യിലെ നിലവിളക്ക് വാങ്ങി ആ വീടിന്റെ മരുമകളായി അവൾ അകത്തേക്ക് കയറി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ശ്രീയുടെ മുറിയിലേക്ക് സുഭദ്ര അവളെ ആക്കി. ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ മുറിയിൽ ഇതുവരെ കയറിയിട്ടില്ലെന്ന് അവൾ ഓർത്തു. മുറിയുടെ ഓരോ ഭാഗവും അവൾ സൂക്ഷ്മം നിരീക്ഷിച്ചു. ഒരു ഭാഗത്തെ ഷെൽഫിലായി നിറയെ പുസ്തകങ്ങളായിരുന്നു. അവൾ കട്ടിലേക്ക് ഇരുന്നു. ഇന്ന് സിദ്ധുവിന്റെ അമ്മയും വന്നിരുന്നു. തന്നെ വിവാഹവേഷത്തിൽ കണ്ടപ്പോൾ നിറഞ്ഞ മനസ്സോടെ നെറ്റിയിൽ മുത്തിയിരുന്നു. അവൾ കൈകളിലെ മോതിരത്തിലേക്ക് നോക്കി. സിദ്ധാർത്ഥി എന്നതിന് പകരം ശ്രീരാഗി എന്ന് കാണി ഹൃദയം പിടയും പോലെ തോന്നി. എൻ്റെ മോളുടെ ഓർമ്മയിൽ ഇനി സിദ്ധു വേണ്ട. ഇടയ്ക്ക് അമ്മയെ കാണാൻ വന്നാൽ മതി. സന്തോഷത്തോടെ ജീവിക്കേ. അമ്മ വന്നപ്പോൾ പറഞ്ഞുകൊണ്ട് മോതിരം ഊരിപ്പോയതോർക്കെ അവൾ തേങ്ങിക്കരഞ്ഞു. പെട്ടെന്നായിരുന്നു ശ്രീ മുറിയിലേക്ക് കയറി വന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ അവനിൽ വല്ലാത്ത നോവ് തീർത്തു. അവൻ മെല്ലെ അവൾക്കടുത്തേക്ക് ഇരുന്നു. അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ തേങ്ങൽ കൂടിയിരുന്നു. അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ. ഫ്രഷായി മാറി ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ. വലതും അറിയുന്നുണ്ടോ സിദ്ധുവേട്ട, എന്നെ എന്തിനാ തനിച്ചാക്കിയത്? ഒരുമിച്ച് കണ്ട ഒരുപാട് സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചില്ലേ? ആകാശത്തേക്ക് മിഴികൾ നട്ട് മനസ്സിൽ പറഞ്ഞു അവൾ. ശ്രീയേട്ടനെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കണം. മനസ്സിലായി ഉറപ്പിച്ചിരുന്നു. ദിവസങ്ങൾ പോകെ സ്ത്രീയുടെ അകലം കൂടി വന്നു.
തന്നോട് പഴയ പോലെ മിണ്ടാറില്ലെന്ന് അവൾ വേദനയോടെ ഓർത്തു. പതിവ് പോലെ വീട്ടുജോലി കഴിഞ്ഞ് വായിക്കാനായി പുസ്തകങ്ങൾ തിരയുകയായിരുന്നു മിഴി. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊരു ഡയറി അവളുടെ കണ്ണുകളിൽ ഉടക്കി. അത് കൈകളിലെടുത്ത് കട്ടിലിരുന്നു. ആദ്യ പേജിൽ തന്നെ മിഴിപ്പെണ്ണി എന്ന് കാണെ അവളുടെ കണ്ണുകൾ വിടർന്നു. അതിലെ ഓരോ താളുകളും വായിക്കുമ്പോൾ അവളുടെ ഹൃദയം നിറഞ്ഞു. അവസാനം വേദന നിറഞ്ഞ അവൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തറച്ചു. ഇത്രയും സ്ത്രീയായിട്ട് തന്നെ പ്രണയിച്ചിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന സ്ത്രീ മുറിയിലേക്ക് വന്നത്. നിറഞ്ഞ കണ്ണുകളോടെ ഡയറി പിടിച്ചിരിക്കുന്നവളെ കാണെ അവനൊന്ന് ഭയന്നു. നീ എന്താ വഴി കാണിച്ചത്? മറ്റൊരാളുടെ ഡയറി എടുത്ത് വായിക്കുന്നോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ അവന് നേരെ കൈയുയർത്തി കവിളിൽ ആഞ്ഞു തള്ളി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ തൻ്റെ സങ്കടമെല്ലാം ഇറക്കി വെച്ചു. അവൻ അവളുടെ മുഖം ഇരു കൈകളിലും എടുത്തു. അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മിഴിപ്പെണ്ണെ, ഇഷ്ടമായിരുന്നില്ല എനിക്ക്. ഒരുപാട്. ഇനിയെങ്കിലും നിനക്കെന്നെ സ്നേഹിച്ചുകൂടെ? അവൻ്റെ പതിഞ്ഞ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. ഇരു കൈകളാൽ അവളെ എടുത്തു കിടത്തി അവളിലേക്ക് ചാഞ്ഞവൻ. അവളിലെ പൂർണ്ണ സമ്മതത്തോടെ ഒരു മഴ പോലെ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഇനി അവർ ജീവിക്കട്ടെ, പരിഭവങ്ങളില്ലാതെ, സന്തോഷത്തോടെ.